അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ് കേട്ടോ. നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുക, നമുക്ക് കഴിക്കാം. അപ്പോൾ പുറത്ത് നല്ല ക്രിസ്പായിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടത്. ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ബീഫ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1/2 kg ബീഫാണ് എടുത്തിട്ടുള്ളത്. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തതാണ് ബീഫ്. പിന്നെ ഞാനിതിലേക്ക് മൈദ, നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 2 കപ്പ് മൈദയും അതിലേക്ക് 1 കപ്പ് ചെറിയ ഇളം ചൂടുള്ള പാലും 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ മാവിനെ ഒന്ന് കുഴച്ചെടുക്കണം. ലൂസായിട്ടാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഗ്രാം വേസിൽ പറയുകയാണെങ്കിൽ 540 ഗ്രാമാണ് നമുക്ക് ഫ്ലോർ വേണ്ടത്. അതേപോലെ തന്നെ 350 ഗ്രാമാണ് ml ആണ് നമുക്ക് വാം മിൽക്ക് അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം വേണ്ടത്. പിന്നെ 15 ഗ്രാം ഷുഗർ, അതൊക്കെ 1 ടേബിൾ സ്പൂണ്, 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ഈസ്റ്റ്, 4 അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് മൈദ 540 ഗ്രാമും 350 ഗ്രാം ml ഇളം ചൂടുള്ള വെള്ളം അങ്ങനെ കണക്കാക്കിയാൽ മതി. ബാക്കിയൊക്കെ പിന്നെ 1 ടീസ്പൂണും ടേബിൾ സ്പൂണൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാമല്ലോ. ഇതാണ് ഗ്രാം. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ലൂസായിട്ട് കുഴച്ചെടുക്കാം. 2 കപ്പ് മൈദയും അതിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഞാൻ കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കണം. ഇനി ഞാൻ മാവിനെ ലൂസായി കുഴച്ചെടുത്തതിൻ്റെ ശേഷം ഞാൻ ഒലിവ് ഓയിൽ തന്നെ ഒന്ന് തേച്ച് കൊടുക്കണം, നമുക്ക് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒലിവ് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കയ്യിലുണ്ടെങ്കിൽ ഒലിവ് ഓയിലാണ് ഏറ്റവും നല്ലത്. ഞാൻ ബീഫ് നമുക്ക് വേവിക്കാണ്ട് തന്നെ ഇത് മിക്സിയിലിട്ടിട്ട്, വേവിക്കാതെ ബീഫിനെ നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് ബീഫ് ആയതുകൊണ്ട് ഞാൻ ഒരു വിസിൽ അടിച്ചെടുത്തു. കാരണം ബീഫിന് കുറച്ച് വേവുള്ളതാണല്ലോ, ചിക്കനെ പോലെ അല്ലല്ലോ. അങ്ങനെ ഞാനൊരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തു. അതിൻ്റെ ശേഷം ഞാൻ വലിയൊരു സവാളയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ആണെങ്കിൽ 2 സവാള, അത് കുറച്ച് വലിയ സവാളയായിരുന്നു. അപ്പോൾ മീഡിയം സൈസ് സവാളയാണെങ്കിൽ 2 സവാള കട്ട് ചെയ്തെടുത്തിട്ട് കുനുകുനെ തന്നെ അല്ല അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്താ പറയുക, ഒരു മീഡിയം സൈസായിട്ട് കണ്ടോ. ഇങ്ങനെയാണ് ഞാനിതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, കുനുകുനേനല്ല. എന്നിട്ട് നന്നായിട്ട് ഉള്ളി നമ്മൾ വഴറ്റിയെടുക്കണം, നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ ബീഫ് വേവിക്കാതെ ആണെങ്കിൽ നമുക്ക് ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഈ സമയത്ത് തന്നെ നമുക്ക് ബീഫിനെ ഇട്ട് കൊടുക്കാം, മിക്സിയിലൊന്ന് അരച്ചെടുത്തതിൻ്റെ ശേഷം. ഞാൻ ബീഫ് വേവിച്ചിട്ടായതുകൊണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് കറക്കിയെടുത്തിട്ട് കേട്ടോ. എനിക്ക് വേവിക്കാതെ ഇടാൻ എനിക്ക് മനസ്സ് വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കുക്കറിലിട്ട് അടുപ്പിച്ചെടുത്തത്. പറയാം, നല്ല ടേസ്റ്റുള്ള ബ്രെഡാണ് കേട്ടോ. അത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഓവനില്ലാതെ. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു ലിഡോ, എന്താ പറയുക, എന്തെങ്കിലും ഒരു അടിയിൽ ഒരു പാത്രമോ അല്ലെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കണ വട്ടത്തിലുള്ള റൗണ്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഉണ്ടാക്കിയെടുക്കണ ഈ ബ്രെഡിനെ അതിലേക്ക് വെച്ചിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10-25 മിനിറ്റ് ഈ സിമ്മിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നാൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഓവൻ വേണമെന്നില്ല. അപ്പോൾ കണ്ട ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഞാൻ ഇങ്ങനെ വഴറ്റിയെടുക്കുക, നമുക്ക് ബീഫ് ഇട്ടതിൻ്റെ ശേഷം ഇതേപോലെ ആവണം. പക്ഷേ ഞാൻ ബീഫ് വേവിച്ചതുകൊണ്ടാണ് ഉള്ളിനെ നല്ലോണം വഴറ്റിയെടുത്തത്. പിന്നെ ഞാൻ 1 ടീസ്പൂണ് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഇഞ്ചിയില്ല, വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്. അതിൻ്റെ ശേഷം ഞാൻ ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബീഫ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വേവിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്.
വെളുത്തുള്ളി സോറി കേട്ടോ, 2 ടേബിൾ സ്പൂണാണ് വെളുത്തുള്ളി വേണ്ടത്. നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കണില്ലല്ലോ, ഞാൻ 1 ടീസ്പൂണാണ് പറയുന്നത്, 2 ടേബിൾ സ്പൂണാണ് കേട്ടോ, ഞാൻ പറഞ്ഞു പോയതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറിഗാനോ പാർസലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ ടീസ്പൂണ്. പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൗഡർ, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ 1 ടീസ്പൂണ്, പിന്നെ പാപ്രിക്ക പൗഡറാണ്, അത് ക്യാപ്സിക്കത്തിൻ്റെ പൗഡറാണ് കേട്ടോ. അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക 1 ടീസ്പൂൺ, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ മഞ്ഞൾ 1/2 ടീസ്പൂണ്, കുരുമുളക് ഞാൻ പറഞ്ഞല്ലോ 1/2 ടീസ്പൂണ്, സോൾട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ബീഫിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നോക്കി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ തൊട്ടിട്ട് 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. നോക്കിയിട്ട് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കാരണം ബാറ്ററിലും നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ കുഴക്കുന്നത്. മല്ലി, മുളക്, ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, പിന്നെ കുരുമുളക് പൗഡർ, ഒറിഗാനോ പാർസല്, മഞ്ഞൾ, പിന്നെന്താണ് പാപ്രിക്ക പൗഡർ എന്ന് വെച്ചാൽ ക്യാപ്സിക്കത്തിൻ്റെ പൗഡർ. അതൊക്കെ വാങ്ങിക്കാൻ കിട്ടുമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സ്പൈസസ്. അതിൻ്റെ ശേഷം ഞാനൊരു തക്കാളി, വലിയ തക്കാളിയാണ്, അത് നല്ലോണം മിക്സിയിലിട്ട് അരച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ എന്താ പറയുക പച്ചമണം മാറിയതിൻ്റെ ശേഷമാണ് ഞാൻ തക്കാളി ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. മിക്സിയിലിട്ട് അരച്ചിട്ട് അത് നല്ലോണം വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയതിൻ്റെ ശേഷം ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള മസാലയാണ് ഇട്ടത്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുക. നല്ലോണം ഉള്ളി വഴറ്റിയെടുക്കണം. ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്ക് വേവിക്കാണ്ട് തന്നെ ഇതേപോലെ ചെയ്തെടുക്കുക. അത് ഞാൻ ബീഫ് ആയതുകൊണ്ടാണ് ഒന്ന് വേവിച്ചെടുത്തത്. ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫാക്കിട്ടോ മല്ലിയില ഇട്ടതിൻ്റെ ശേഷം. ഇനി നമുക്ക് ബ്രെഡിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. മാവിനെ ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇടിച്ച് താത്തി ഞാൻ പിന്നെ മാവിനെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഞാനിതിനെ നമുക്ക് 8 ബ്രെഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള ഈ ബ്രെഡ്. ഇതിന് ശരിക്കും ടർക്കിഷ് ബ്രെഡാണിത്. നമുക്ക് കുറേ നമ്മൾ രാത്രി ചപ്പാത്തി, പൊറോട്ട, അങ്ങനെ ചോറ്, അങ്ങനെയൊക്കെ ഓരോന്നാണല്ലോ നമ്മൾ കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റ് വേണം തോന്നുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഓവനില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ, ഈസിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് മൊസറല്ല ചീസും എടുത്തിട്ടുണ്ട്, പിന്നെ ചെഡാർ ചീസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫെറ്റ ചീസാണ് ഇതിലേക്ക് കാര്യമായിട്ട് വേണ്ടത്. ഞാൻ ഫെറ്റ ചീസിൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഞാൻ ചെഡാർ ചീസും മൊസറല്ല ചീസുമാണ് എടുത്തിട്ടുള്ളത്. കറി ഉണ്ടാവും മൊസറല്ല ചീസ് നമ്മൾ പിസിക്കൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ 100 ഗ്രാം വെച്ചിട്ട് ചെഡാർ ചീസും 200 ഗ്രാം മൊസറല്ല ചീസും എടുത്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് നമ്മളെ കയ്യിലുള്ള എത്ര വേണം, ഇതിനൊരു കണക്കൊന്നുമില്ല, എങ്കിലും ഞാനൊരു അളവ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഈ ചീസ് ഇട്ട് 2 ചീസും കൂടി മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം പാർസലും ഒറിഗാനും ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മല്ലിയില ചെറുതായി കട്ട് ചെയ്താണ് കേട്ടോ, കുനുകുനേനെ കട്ട് ചെയ്തതാണ് മല്ലിയില. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാൻ ഓരോ ബോളും എടുത്തിട്ട് നീളത്തിലാണ് ഞാൻ പരത്തിയെടുത്തത് കേട്ടോ. പരത്തിയെടുത്തതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് നമ്മളിതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ചീസ് വെച്ചില്ലേ, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ കണ്ടോ, ഇങ്ങനെയാണ് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിനെ എന്താ പറയുക, ഒരു തോണി ഷേപ്പിലാണ് നമ്മളിതിനെ മടക്കിയെടുക്കുന്നത്. 2 അറ്റം ഇങ്ങനെ കൂർപ്പിച്ചിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബീഫിൻ്റെ ഫില്ലിങ്ങും ഇതേപോലെ തന്നെ ചീസിൻ്റെ ഈ ഫില്ലിങ്ങും കൂടി കൊടുത്തിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. 150 ഡിഗ്രിയിൽ നമുക്ക് ഒരു 12 to 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും അതേപോലെ തന്നെ നല്ലോണം ഒന്ന് വെക്കണ പാനൊന്ന് ചൂടായതിൻ്റെ ശേഷം ഒരു 20 to 25 മിനിറ്റ് വേണ്ടി വരും. നല്ല ഫ്ലെയിമുള്ള ഗ്യാസ് ആണെങ്കിൽ 15 മിനിറ്റ് തന്നെ മതിയാവും. ഞങ്ങൾ പറഞ്ഞല്ലോ ആ ബീഫും ഇതിലേക്ക് വെച്ചെടുത്തു. നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ. അങ്ങനെ ഞാൻ നീളത്തിലാണ് ഇത് പരത്തിയെടുക്കുന്നത് കണ്ടോ. അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കുന്നത്. എനിക്കിങ്ങനെ ഇങ്ങനത്തെ ഈ കുനുകുനുള്ള പണികളൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഞാനിതൊക്കെ ചെയ്തെടുക്കും. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാതും ഓരോന്ന് നോക്കും.
ഇതൊക്കെ പിന്നെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ ബേക്കിങ്ങിൻ്റെ ക്ലാസ്സിനൊക്കെ ഒത്തിരി പോയതാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൽ കുറേ റെസിപ്പീസ് ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ ഓരോ റെസിപ്പീസും ഞാനിതിൽ ഷെയർ ചെയ്ത് നോക്കിയിട്ട്. അതൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ക്യാപ്സിക്കം ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒരു പീസ് നിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. കാരണം പിന്നെ പീസ് അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ചീത്തയായി പോകുമല്ലോ. അപ്പോൾ അതും ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വാഷ് ചെയ്യാമെന്ന് പറയും. അതിന് പുറം ഒന്ന് ക്രിസ്പായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും. ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആയി വരാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ മിൽക്ക് ആയാലും മതി, പക്ഷേ എഗ്ഗാണ് ഒന്നും കൂടി നല്ലത്. അതൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 150 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താണ്. നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ആദ്യം ഒന്ന് പാൻ വെച്ച് ചൂടാക്കിയതിൻ്റെ ശേഷം ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഈ ബ്രെഡിനെ ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചതിൻ്റെ ശേഷം ഒരു 20 to 25 മിനിറ്റ് വേണ്ടി വരും. നല്ല ഫ്ലെയിമുള്ള ഗ്യാസ് സ്റ്റൗ ആണെന്നുണ്ടെങ്കിൽ, ചൂടുള്ളതാണെങ്കിൽ 15 മിനിറ്റ് തന്നെ മതിയാവും. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓരോ പോലെ ആയിരിക്കുമല്ലോ. സിമ്മിലിട്ടിട്ടാണ് വെക്കേണ്ടത്. ആദ്യം നമ്മൾ നല്ലോണം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിൻ്റെ ശേഷം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബ്രെഡാണ്. പിന്നെ ഞാനിതിൻ്റെ മുകളിലൊരു വെളുത്ത എള്ളു ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്, എഗ്ഗ് വാഷ് ചെയ്തതിൻ്റെ ശേഷം. ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബ്രെഡാണ് കേട്ടോ. ഒരു വെറൈറ്റി ബ്രെഡാണ്. നമ്മൾ എന്നും ഒരേപോലത്തെ കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത്. നമുക്കിനി മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. 2 വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ 8 ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ എന്താ പറയുക, ഇത് ചൂടാറിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ നോക്കണത്. ചൂടോടെ ആണെങ്കിൽ നമുക്ക് മൊസറല്ല ചീസ് ഇങ്ങനെ വരിഞ്ഞ് വരുമല്ലോ. നല്ല ഭയങ്കര സോഫ്റ്റുള്ള ബ്രെഡാണ് കേട്ടോ. പുറത്ത് ക്രിസ്പും എഗ് വാഷ് ചെയ്തുകൊണ്ടാണ് ക്രിസ്പായിട്ട് കിട്ടുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നണില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രക്കുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.